ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ആയിട്ടുള്ള ഒരു കറണ്ട് സിറ്റുവേഷനാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കറണ്ട് ഫീലിങ്സാണ് നോക്കുന്നത്. സോ തേർഡ് പാർട്ടി ഉള്ളവർ മാത്രം ഈ ഒരു റീഡിങ് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടൊക്കെയാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഈ റീഡിങ്ങിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്ക്, ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു കറണ്ട് സിറ്റുവേഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. കറണ്ട് സിറ്റുവേഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും 3 പേരും കൂടെ വരുമ്പോൾ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്? നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും വരുന്നൊരു സമയത്ത്, ഈ ഒരു കറണ്ട് സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഒരു സിറ്റുവേഷൻ എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെയാണെങ്കിൽ ആ ഒരു സമയത്ത് അവരുടെ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയുടെ കൂടെയുള്ള പേഴ്സൻ്റെ ഈ ഒരു സിറ്റുവേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയല്ല, നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെയും ഒരു സിറ്റുവേഷൻ എന്താണ്? കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട് 2 കാർഡ്. ഓക്കെ, അപ്പോൾ ക്യൂൻ ഓഫ് സോർട്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. കിങ് ഓഫ് പെൻഡക്കിൾ, ക്യൂൻ ഓഫ് വാൻസ്, ഡെത്ത് കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, പേജ് ഓഫ് വാൻസ്, നൈറ്റ് ഓഫ് കപ്സ്. നമുക്ക് മാസ്റ്റർ കാർഡ് ചെയ്ത് ക്യൂൻ ഓഫ് സോർട്സ് ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുമ്പോൾ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒന്നല്ല എന്നാണ് നമ്മൾ കാണുന്നത്. അതായത് ഇപ്പോൾ ഉള്ള ഒരു എനർജി ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ. അതുകൊണ്ട് തന്നെ കൂടുതലും അവരൊരു മിസ്റ്ററി ആയിട്ടിരിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ രഹസ്യം അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുന്ന സമയമാണിത്. നമ്മളിവിടെ നോക്കുന്നത് തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ആണെങ്കിലും ഇവിടെ നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ്സും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിക്കുന്ന കാർഡുകളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരുടെ കാര്യമാണ് എടുക്കുന്നതെങ്കിലും നിങ്ങളും ഇതിലൊരു പാർട്ട് തന്നെയാണ്. ഇവിടെ ഒരു വ്യക്തിയുടെ മനസ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ വ്യക്തിയുടെ മനസ്സ് ആകെ ഒരു അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. എന്തൊക്കെയോ ചില രഹസ്യങ്ങൾ, ഒരുപാട് നിഗൂഢതകൾ എന്തൊക്കെയോ അവർക്ക് പറയാനുണ്ട്. പക്ഷേ ആരോടും പറയാൻ പറ്റാത്ത പല രഹസ്യങ്ങളുമൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഇവർക്ക് ആരോടും തുറന്നു പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഇയാളുടെ മനസ്സിലുണ്ട്. ആളാകെ ഒരു കൺഫ്യൂസ്ഡ് ആണ്. എന്ത് ചെയ്യണം മുന്നോട്ട് പോകാനെന്ന് ഇവരിപ്പോൾ ഒരു ഐഡിയയുമില്ലാതെ നിൽക്കുകയാണ്. ദുഃഖവും സന്തോഷവും ഒക്കെ മാറി മാറി അവരുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ദുഃഖം തന്നെയാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ആകെ ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അയാൾക്ക് തന്നെ അറിയില്ല ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പിൽ തുടർന്ന് പോകണോ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോകണോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണമോ എന്നൊക്കെ ഈ വ്യക്തി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവർക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരു സമയമായതിനാൽ തന്നെ ആ വ്യക്തി വളരെയധികം ടെൻസ്ഡാണ്. അതുപോലെ തന്നെ വല്ലാത്തൊരു പേടിയാണ്, ആൻസൈറ്റി ഉണ്ട് അവർക്ക്, ആ വ്യക്തിക്കുണ്ട്. അപ്പോൾ ഈ ഒരു പേടിച്ചോ ഭയന്നോ ഒക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, മുന്നോട്ട് പോകണം എന്നൊക്കെ ഉണ്ട് അവർക്ക്.
പക്ഷേ ഈ പേടി കാരണം അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം എന്നൊക്കെ ഈ വ്യക്തി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് അവർ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ചിന്തകളെല്ലാം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പാടെ മാറും. ആ സമയത്ത് അവർ വിചാരിക്കും, എന്നാൽ അതിൽ നിന്ന് ഇറങ്ങി പോകാം എന്നൊക്കെ വിചാരിച്ച് കുറച്ച് ധൈര്യമൊക്കെ സംഭരിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവരുടെ ചിന്തകൾ വീണ്ടും ഒരു മാറ്റം വരികയാണ്. അവർക്ക് പേടി കയറും. ഉടനെ അവർ മാറ്റി ചിന്തിക്കുകയാണ്, അയ്യോ ഞാൻ ഇങ്ങനെ ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ ശരിയാകുമോ, ഇവർ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്താലോ, ഇങ്ങനെ പല പല കൺഫ്യൂഷനുകളിൽ ഈ വ്യക്തി നിൽക്കുകയാണ്. അപ്പോൾ അതുപോലെ ഇപ്പോഴുള്ള സാഹചര്യം അത്രയ്ക്കങ്ങ് അവരുടെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കൊടുക്കുന്ന ഒരു സ്ഥലമോ സാഹചര്യമോ ആളുകളോ ഒന്നുമല്ല അവർക്ക് ചുറ്റുമുള്ളത്. എങ്കിലും ഈ വ്യക്തി വിചാരിക്കുന്നത് മാക്സിമം അവരുടെ കൂടെ ഒരു 100% കൊടുത്ത് നിൽക്കാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. അവർക്ക് പറ്റാവുന്ന അത്രയും അവരവിടെ പിടിച്ചു നിൽക്കാനായിട്ട് നോക്കുന്നുണ്ട്. അവരുടെ മനസ്സുകൊണ്ടല്ലെങ്കിലും ഫിസിക്കലി അവർ അത്തരത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മെൻ്റലി ഒട്ടും തന്നെ ഒരു സ്റ്റേബിൾ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അവർക്ക് അതിനുമുള്ള ഈ മെൻ്റലി മാനസികമായിട്ടും അല്ലെങ്കിൽ അവർക്ക് ഒരു അവിടെ പിടിച്ചു നിൽക്കാനോ എതിർത്ത് സംസാരിക്കാനോ അങ്ങനെയൊന്നും അവിടെ കഴിയാനുള്ള ഒരു വിൽ പവർ ഇല്ല അവർക്ക്. അതാണ് നമുക്ക് കാണുന്നത്. അവരുടെ ഒരു പ്രസൻറ്റ് എനർജി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അവർക്കൊരു ധൈര്യമില്ലാത്ത അവസ്ഥ. അതാണ് നമുക്കിവിടെ അവരുടെ പ്രസൻറ്റ് എനർജി ആയിട്ട് തന്നെ പറയാനായിട്ട് പറ്റുന്നത്. അതുപോലെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരാളെ ഇവിടെ മിസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. അതപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളായിരിക്കുമല്ലോ. അവരിപ്പോൾ ശരിക്കും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. അവർ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, എന്താണ് ഞാൻ ചെയ്യുക എന്നൊക്കെ ഓർത്ത് അവർ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു സിറ്റുവേഷന് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ അടുത്ത് നിന്നൊരു തീരുമാനം ഉണ്ടാകും എന്ന രീതിയിൽ അവർ വെയിറ്റ് ചെയ്യുന്നു. കാരണം ഈ വ്യക്തിക്ക് ഒരു തീരുമാനമെടുത്ത് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യമില്ല. അപ്പം അങ്ങനെ ധൈര്യമില്ലാതെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും ദൈവത്തിനെ ഏൽപ്പിച്ചിട്ട് നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്ന് പറഞ്ഞ് നമ്മളങ്ങ് മാറി നിൽക്കും. ആ ഒരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത്. അത് മാത്രമല്ല, ഇതിന് മറ്റൊരു അർത്ഥം കൂടി പറയാം. ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി പോലെ തന്നെയാണ് ആയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ 3 പേരുടെയും ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യം ഇപ്പോൾ ഈ വ്യക്തി യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവരൊരു ആക്ഷൻ എടുത്താലും ഇല്ലെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ ഏതവസ്ഥയിലേക്ക് ഓരോരുത്തരും എത്തിപ്പെടണം എന്നുള്ളത് ഒരു ഡിവൈൻ പവറിൻ്റെ തീരുമാനമായിട്ടാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതേപോലെ ഈ വ്യക്തി വളരെ സ്ലോ മൂവ്മെൻ്റ് ആണ്, എന്നാലും ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. നേരത്തെയൊക്കെ ഒരു ഭയങ്കര ദേഷ്യക്കാരനോ ദേഷ്യക്കാരിയോ ഒക്കെ ആണെങ്കിലും അതൊക്കെ മാറി ഇപ്പോൾ ഇവർ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. മാക്സിമം അവർക്ക് പറ്റുന്നത് പോലെ അവർ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് താഴ്ന്നു കൊടുക്കുന്നുണ്ട്. എവിടെയാണെങ്കിലും അവർ അങ്ങനെ താഴ്ന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു റിലേഷനിൽ നിന്ന് പതിയെ ഇറങ്ങിപ്പോകണമെന്ന് ആൾക്ക് മനസ്സിലുണ്ട്. പക്ഷേ അതിനുള്ളൊരു ധൈര്യം അവർക്കില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അവരിപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ അവർ ഒരു സ്ട്രക്കായി നിൽക്കുകയാണ്. അതായത് അവരെ ഇങ്ങനെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന പോലെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ സ്നേഹത്തിൻ്റെ ബന്ധനമാകാം, അല്ലെങ്കിൽ ഭയപ്പെടുത്തി ഒരു ബ്ലാക്ക് മെയിൽ ചെയ്ത് ബന്ധനപ്പെടുത്തിയിരിക്കുന്നതാകാം. അതിപ്പോൾ ഏത് തരമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവരെ ഏതോ ഒരു തരത്തിൽ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവർക്കും ഒരു ഇതിനകത്ത് നിൽക്കുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇറങ്ങണം എന്ന് അവർ ചിന്തിക്കുന്നുമുണ്ട്. പക്ഷേ അത് അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ചിലപ്പോൾ അവരൊരു മാനിപ്പുലേറ്റ് ചെയ്ത് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഒരുപാട് സ്നേഹം കാണിച്ചുകൊണ്ടൊക്കെ അഭിനയിച്ചുകൊണ്ടൊക്കെ നല്ലൊരു സ്നേഹമുള്ള വ്യക്തിയാണ്, എനിക്ക് നിന്നോട് നല്ല സ്നേഹമുണ്ടെന്നൊക്കെ തേർഡ് പാർട്ടി അങ്ങനെ കാണിച്ച് അവരെ നിർത്തിയിരിക്കുന്ന ആകാം. അതുപോലെ തന്നെ ഇവിടെ ഒരു വ്യക്തി എന്നതിലുപരി ഒന്നിൽ കൂടുതൽ വ്യക്തികളാണ് തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒരു ശക്തമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ശക്തനായ ഒരു മെയിലും നല്ല തൻ്റേടിയായ ഒരു ഫീമെയിലും ഇതിനകത്ത് ഉള്ളതായിട്ട് നമുക്ക് കാണുന്നു. അതുപോലെ തന്നെ ഇതിലുള്ള സ്ത്രീ നല്ല തൻ്റെടമുള്ള ആളാണ്. അതുപോലെ വിചാരിച്ചെടുത്ത് കിട്ടണം എന്ന രീതിയിലുള്ള ഒരു സ്ത്രീയാണ്. അതായത് അവർക്കൊരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത അങ്ങനത്തെ രീതിയിലുള്ള ഒരു പ്രകൃതക്കാരിയാണ് നമ്മളിവിടെ കാണുന്നത്.
അപ്പം അങ്ങനെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിൽ കാണിക്കുന്ന ഇവരുടെ ഒരു കോമാളിത്തരങ്ങൾ മാത്രമാണ് ഈ പേഴ്സൺ കാണുന്നത്. ഇനി അതുകൊണ്ട് തന്നെ അവർ അതിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇനി ദൂരത്തേക്ക് എനിക്ക് വേറെ പോകാൻ വഴിയില്ല. ഇവരുടെ ഒരു കാട്ടിക്കൂട്ടലുകളൊക്കെ കണ്ടിട്ട് ആ വ്യക്തി അങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ് ഇവിടെ. ഈ വ്യക്തി പരിശ്രമിച്ചാൽ അതിനുള്ള വഴിയുണ്ട്, അതിനുള്ള മാർഗവുമുണ്ട്, അതിനുള്ള കഴിവും അവർക്കുണ്ട്. പക്ഷേ ഇത്തിരി ഒരു ബുദ്ധിയൊക്കെ പ്രയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ പേഴ്സണ്, നിങ്ങളുടെ വ്യക്തിക്ക്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒരു മായാലോകത്ത് പെട്ടിരിക്കുന്നത് പോലെയാണ്. ആൾക്ക് ഇതിൽ നിന്ന് ഇറങ്ങി പോരാനും പറ്റുന്നില്ല. മൊത്തത്തിലൊരു ഡിപ്രഷൻ സ്റ്റേജിലാണ് അവരുള്ളത്. അവർ നിൽക്കുന്ന സ്ഥലത്ത് മര്യാദയ്ക്ക് നിൽക്കാമെന്ന് അവർ വിചാരിച്ചാൽ പോലും അതും അവർക്ക് പറ്റുന്നില്ല. നിങ്ങൾ അയാളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ ഒരിക്കലും അവരെ തള്ളിക്കളയില്ല. നിങ്ങൾ അവസാനം വരെ അവർക്ക് വേണ്ടി കാത്തിരിക്കുമെന്നൊരു വിശ്വാസം അവർക്കുണ്ട്. അതാണ്, ആ ഒരു വിശ്വാസമാണ് അവരെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത്. അതേപോലെ നിങ്ങളെക്കുറിച്ചുള്ള ഒത്തിരി പാസ്റ്റ് മെമ്മറീസ് ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. പക്ഷേ അവർക്കിപ്പോൾ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ഈ പേഴ്സണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ വ്യക്തിയുടെ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. ഇവർക്ക് എല്ലാത്തിനും ഒരു കൂട്ട് വേണം, ആരുടെയെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് വേണം. ഒരു കാര്യത്തിനും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യമില്ല വ്യക്തിക്ക്. അതുകൊണ്ടാണ് കുറച്ച് അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റാത്തത് ഇവർക്ക്. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ വളരെ പൊസസീവാണ്. നിങ്ങൾ ഇനി വേറെ വല്ല റിലേഷൻഷിപ്പിലേക്ക് പോകുമോ അല്ലെങ്കിൽ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നല്ലൊരു ടെൻഷൻ ആവുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും ഓൺലൈനിൽ അവർ ചെക്ക് ചെയ്യുന്നുണ്ടാകും. കുറച്ച് പേർക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മളിവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞതേ ആള് നിങ്ങളുടെ പേഴ്സൺ ആരുടെ കൂടെ പോയാലും നിങ്ങൾ ആരുടെയും കൂടെ പോകരുത്, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാകണം. നിങ്ങളങ്ങനെ വേറൊരു റിലേഷനിലേക്ക് പോയി സന്തോഷിക്കുന്നതൊന്നും ഇഷ്ടപ്പെടാത്ത നല്ല പൊസസീവ്നെസ് ഉള്ളൊരു പേഴ്സണായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഈ പേഴ്സണ്. പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒരു നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒരു മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും എനർജിയാണ് നമുക്ക് തേർഡ് പാർട്ടിയിൽ വ്യക്തമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ വ്യക്തികൾ രണ്ടും ഒരു ഭരിക്കുന്ന തരത്തിലുള്ള അടക്കി ഭരിക്കുന്ന തരത്തിലുള്ള ക്യാരക്ടറുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല നിങ്ങളുടെ പേഴ്സണ്. അതുകൊണ്ട് തന്നെ അവരായിരുന്നു ഇത്ര നാളും ഇങ്ങനെ ആളുകളെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെ ഭരിക്കാൻ വരായിട്ട് ആളുകൾ വരുമ്പോഴത്തേക്ക് അവർക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷനിൽ പല കോൺഫ്ലിക്ട്സുകളും നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മാക്സിമം ഇവിടെ സഹിച്ച് നിൽക്കുന്നു എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് താന്നതൊക്കെ തന്നിരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല, പെട്ടെന്ന് തന്നെ ഒരു അധികാരഭാവത്തിൽ നിന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് ഈ വ്യക്തി വളരെ ഈ പുതിയൊരു സിറ്റുവേഷൻ ഇവർ നിൽക്കുമ്പോൾ ഈ സിറ്റുവേഷനിൽ അവർ നന്നായിട്ട് താന്നൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ അവർ താന്നൊക്കെ കൊടുത്ത് പരമാവധി അതിൽ നിൽക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു എങ്ങനെ നോക്കിയാലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അത് ചിലപ്പോൾ അവരുടെ ഒരു കർമ്മയായിരിക്കാം അയാൾ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല ദേഷ്യവും വാശിയും ഒക്കെ കാണിച്ച് ഭയങ്കരമായിട്ട് നിങ്ങളെ റിലേഷൻഷിപ്പിലിട്ട് വട്ടം ചുറ്റിച്ച ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ടി വരുന്ന അയാളുടെ ഒരു കർമ്മഫലമായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. ശരിക്കും പറഞ്ഞാൽ കൂട്ടിലിട്ട പോലെ ജീവിക്കുക എന്നൊരവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളതെങ്കിലും അവർക്ക് അതിനകത്തുനിന്ന് പുറത്ത് കടന്നു പോരാനായിട്ട് സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒറ്റൊരു കാര്യമാണ്. ഇവിടെ ഒരു ഡിവൈനായിട്ട് ഒരു റിലീസ് കൊടുക്കണം, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് ഒരു ബാലൻസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ് വരുമെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. അപ്പോൾ ഈ റീഡിങ് ആരെങ്കിലുമൊക്കെ ആയിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.